ഫൈനൽ സ്റ്റേജ് എന്തായിരിക്കും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുക? ഇപ്പൊ നമ്മള് ഒന്നാം ഘട്ടം നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന വേളയിലാണ്. അതെ, ഒന്നാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാം ഘട്ടം പൂർത്തിയായതിനു ശേഷമാണ് നമ്മൾ ഈ വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രക്രിയകളെല്ലാം തുടങ്ങി. ഇപ്പൊ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഈ കാണുന്ന വലിയ ട്രെയിനുകൾ ഉണ്ടല്ലോ, അതെല്ലാം നിൽക്കുന്നത് ശരിക്കും 800 മീറ്റർ നീളത്തിലുള്ള ബർത്തിലാണ്. ഈ അടുത്ത 2, 3, 4 ഘട്ടങ്ങൾ നമ്മള് കരാർ ഒപ്പിട്ട സമയത്ത്, അതായത് 2014-15 കരാർ ഒപ്പിട്ട സമയത്ത് ഈ ബാക്കിയുള്ള ശേഷി വർദ്ധിപ്പിക്കൽ എന്ന് പറയുന്നത് ശരിക്കും 2045-ലായിരുന്നു പൂർത്തിയാകേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നു അന്ന് പദ്ധതി തയ്യാറാക്കിയിരുന്നത്, കരാർ ഒപ്പിട്ടത്. പക്ഷെ ഇപ്പോൾ നമ്മൾ മറ്റൊരു കരാർ, സപ്ലിമെന്ററി അഗ്രിമെന്റ് കൂടി നമ്മളിപ്പോ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അത്രയും കാലം കാത്തിരിക്കാതെ നമുക്ക് ഇപ്പോൾ തന്നെ ഉടനെ തന്നെ 2ാം ഘട്ടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയും 2028 കൂടി തന്നെ 2, 3, 4 ഘട്ടങ്ങൾ ഒരുമിച്ച് നമുക്ക് ഇതിന്റെ സമ്പൂർണ്ണ രൂപത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിനെ തുറന്ന് പ്രവർത്തിക്കുവാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയും നമ്മൾ ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം ശരിക്കും ഇനി വരുന്ന അടുത്ത 3 വർഷങ്ങളിൽ നമുക്ക് 10,000 കോടി രൂപയുടെ നിക്ഷേപം ഈ തുറമുഖത്തിന്റെ സൗകര്യ വികസനത്തിനായി മാത്രം കേരളത്തിലേക്ക് വരും എന്നുള്ളതാണ്. അത് പൂർണ്ണമായും സ്വകാര്യ നിക്ഷേപവുമായിരിക്കും. അപ്പോ അതിന്റെ ശരിക്കുമുള്ള ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അത്രമാത്രം നമ്മുടെ ഈ നിക്ഷേപക അന്തരീക്ഷം എന്ന് പറയുന്നത് അത്രയധികം മാറാൻ പോവുകയാണ്. കേരളത്തിൽ ഇത്രയും കൂറ്റൻ നിക്ഷേപങ്ങൾ വരിക എന്ന് പറയുന്നത് ഒരു പക്ഷേ കുറെ കാലം മുൻപ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോ തുറമുഖത്തിന് മാത്രമല്ല, നമ്മുടെ നിക്ഷേപക അന്തരീക്ഷം അത്രയും സൗഹാർദ്ദപരമാണ് എന്നറിയുമ്പോൾ മറ്റു മേഖലകളിലും ഇതുപോലെ തീർച്ചയായിട്ടും നമുക്ക് വലിയ നിക്ഷേപങ്ങൾ വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പൊ ഈ ശേഷി വർദ്ധിപ്പിക്കലിൽ നമ്മൾ അർത്ഥമാക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ 800 മീറ്റർ ആയിട്ടുള്ള ബർത്ത്, അതിന്റെ കൂടെ ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ 1200 മീറ്റർ കൂടി വർദ്ധിപ്പിക്കും. അപ്പൊ മൊത്തം നമുക്ക് 2 കിലോമീറ്റർ നീളത്തിലുള്ള ബർത്ത് വരും. അപ്പൊ ഒരു മദർഷിപ്പ് എന്ന് പറയുന്നത്, അതായത് ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിയ കപ്പൽ എന്ന് നമ്മൾ പറയുന്ന മദർഷിപ്പുകൾ ഇപ്പോൾ നിലവിലുള്ളത് 400 മീറ്റർ നീളം വരെയുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള 4, 5 മദർഷിപ്പുകൾ നമുക്ക് ഒരുമിച്ച് ഇവിടെ നങ്കുരം ഇടാനും പ്രവർത്തിപ്പിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ സമ്പൂർണ്ണ വികസനം ആകുമ്പോൾ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. ആ പുലിമുട്ടും ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഏകദേശം 1 കിലോമീറ്റർ കൂടി നമ്മുടെ പുലിമുട്ടും കൂടി നമ്മൾ നിർമ്മിക്കുന്നതായിരിക്കും. അത് കൂടാതെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം കണ്ടെയ്നർ ഷിപ്സ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. കണ്ടെയ്നറിൽ സാധനം കൊണ്ടുവരുന്ന കപ്പലുകൾ, ഈ ചരക്ക് കപ്പലുകളാണ്. അപ്പൊ ഇതല്ലാത്ത ചില കപ്പലുകളുണ്ട്. എന്താണ്, ഒന്ന് ക്രൂസ് വെസൽസ് ആണ്. നമുക്കൊക്കെ കയറി സഞ്ചാരികൾക്കായിട്ടുള്ള ക്രൂസ് വെസൽസ് ഉണ്ട്. നിലവിൽ നമുക്ക് ക്രൂസ് വെസൽ വരവേൽക്കാനുള്ളൊരു സംവിധാനമല്ല നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോ ക്രൂസ് വെസലിന് വേണ്ടുന്ന ഒരു മൾട്ടിപർപ്പസ് ബർത്ത് എന്നുള്ള ഒരു നിലയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അടുത്ത ഘട്ടത്തിൽ ആലോചിച്ച് സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് അല്ല, 4ാം ഘട്ടം കഴിഞ്ഞിട്ടതല്ല, ഇനിയുള്ള ശേഷി വർദ്ധിപ്പിക്കൽ സമയത്ത് തന്നെ ആയിരിക്കും നമ്മൾ 2 മൾട്ടിപർപ്പസ് ബർത്തും കൂടി ചെയ്യുക. അപ്പോ ആ 2 മൾട്ടിപർപ്പസ് ബർത്ത് എന്തൊക്കെ വേണം എന്നുള്ളത് സർക്കാരിന്റെയും തീരുമാനം അനുസരിച്ച്, അതായത് ഒന്ന് ക്രൂസ് ഉണ്ട്, വേറൊന്ന് ബൾക്ക് കാർഗോ, ലിക്വിഡ് കാർഗോ എന്നൊക്കെ പറഞ്ഞു. അതായത് ഇപ്പൊ കൽക്കരി കൊണ്ടുവരുന്ന വലിയ കപ്പലുകളുണ്ട്. അപ്പൊ ആ കപ്പലുകൾ എന്ന് പറഞ്ഞാൽ അതിപ്പോ കണ്ടെയ്നറിന്റെ അകത്തല്ല കൊണ്ടുവരിക, ഓപ്പൺ ആയിട്ടുള്ള ബൾക്ക് കാർഗോ ആയിട്ടായിരിക്കും അത് കൊണ്ടുവരിക. അല്ലെങ്കിൽ ലിക്വിഡ് കാർഗോ കൊണ്ടുവരും. ഇപ്പം മറ്റേ പെട്രോള് പോലെ ഡീസൽ പോലെയൊക്കെയുള്ള ലിക്വിഡ് കാർഗോ കൊണ്ടുവരുന്ന വെസലുകളുണ്ട്. അപ്പോ അങ്ങനത്തെ അവർക്ക് ബർത്ത് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കും. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള കാർഗോ നമുക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കുന്ന മൾട്ടിപർപ്പസ് ബർത്ത് 2 എണ്ണമെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഓരോ ഘട്ടത്തിലായിട്ട് സർക്കാരിന്റെ തീരുമാനം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം തന്നെ നമുക്ക് 2028 കൂടി ചെയ്തു തീർക്കാൻ സാധിക്കും എന്നാണ് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത്.